ആദ്യം തന്നെ പുതിനയുടെ ഇല എടുത്തിട്ട് അയ്യോ പണി കിട്ടിയോ? പോലീസുകാർ വരുന്നുണ്ട്. ലൈറ്റ് മുണ്ടണ്ട പണി പാളി. പണി കിട്ടി. മാസ്റ്റർ പീസ് ബ്ലോഗിനെ മറ്റു വീഡിയോയിലേക്ക് എനിക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്ലോഗിൽ കുറേ കാലമായി നമ്മൾ വന്നിട്ട് നമ്മളൊരു ഓൾ ഇന്ത്യ ട്രിപ്പിലാണ്. ഓൾ ഇന്ത്യ ട്രിപ്പായ കാരണത്തിൽ നമുക്ക് വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരു ഫുഡ് ബ്ലോഗാണ്. ഫുഡ് ബ്ലോഗ് ചെയ്യുന്നത് എന്താ വെച്ചാൽ എവിടെയെന്ന് വെച്ചാൽ ഭുവനേശ്വറിലെ നമ്മളെ ഒഡീഷയിലെ ഭുവനേശ്വറിലെ. അപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഓരോ നാട്ടിലെയും ഫുഡുകൾ ഇതിലൂടെ പരിചയപ്പെടാം. വലിയൊരു ലെങ്തി ആയിട്ടുള്ള വീഡിയോ ഒന്നും ആവില്ല. ജസ്റ്റ് നമ്മൾ നേരെ ഒരു ഷൂട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം വെറൈറ്റി ഫുഡുകൾ. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ബാസിലാണ്. അപ്പം ഇവിടെ പഠിക്കുക കേട്ടോ, MBBS വേണ്ടിയിട്ട് പഠിക്കുകയാണ്. അപ്പം ബ്രോ നമ്മുടെ രാത്രി ഇങ്ങനെ കൊണ്ടുവന്നതാണ് സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാനായിട്ട്. അപ്പം നമ്മൾ എന്താ ഓർഡർ ചെയ്തേ? നമ്മള് വിർജിൻ പിനാക്കോളാട. ഓർഡർ ചെയ്യാൻ കാരണം എന്താ? വലിയ പേരാണ്, ഏറ്റവും നല്ല പേരാണ്, വലിയ പേരാണ്. അപ്പൊ എന്തായാലും സംഭവങ്ങളും കാര്യങ്ങളൊന്നും അറിയില്ല. നിങ്ങൾക്കൊരു സ്പെഷ്യൽ ആയപ്പോൾ നമ്മൾ കാണിച്ചു തരാന്നുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള ഇന്ത്യയിൽ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 21 ദിവസം കഴിഞ്ഞു, 22ാമത്തെ ദിവസത്തേക്ക് കടക്കാൻ പോവാണ്. അപ്പോൾ മാസ്റ്റർ പീസിൽ നമ്മൾ ട്രാവൽ ബ്ലോഗാണ് മുഴുവനായിട്ട് ഉൾപ്പെടുത്തുന്നത്. ഇനി ഫുഡ് ബ്ലോഗ് നമ്മൾ മാസ്റ്റർ പീസ് ബ്ലോഗിൽ ഉൾപ്പെടുത്തുകയാണ്. സമയം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കാം. പിന്നെ ഇതിലൊരു ഗീവ് അവേ പണ്ട് നടന്നുകൊണ്ടിരുന്നുള്ളൂ. അത് എന്തായാലും നമ്മൾ തരും. 1 മില്യൺ ആകുമ്പോൾ മറക്കണ്ടാവും. എല്ലാവരും കമൻറ്റ് ചെയ്തുകൊള്ളി. ഇതിനുള്ള ഗീവ് അവേ റെഫ്രിജറേറ്ററാണ്. എല്ലാവരും കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കേട്ടോ. അപ്പം വെർജിൻ പിനാക്കോളഡ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ സ്ട്രീറ്റ് ഫുഡ് മാത്രം കിട്ടുന്ന ഒരു സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. എന്താണ് ഇങ്ങോട്ട് സ്ഥലത്ത് പറയാ? രാമന്തർ അല്ലേ? ഇവിടെ ഫുള്ള് ഈ വണ്ടിയിൽ വന്നിട്ട് അങ്ങനെ കുക്ക് ചെയ്ത് കൊടുക്കും. അതെ, ഫുഡ് സ്ട്രീറ്റ് ആണ് അല്ലേ? അതെ അതെ. അപ്പോൾ നമ്മൾ അതിലുള്ള ഒരു ഹോട്ടൽ, കുറേ വണ്ടിയിലും കാര്യങ്ങളും ഉണ്ട്. അതേപോലെ ഇതേപോലെ തട്ടുകടായിട്ടും കുറേ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മേക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഈ ഒരു ചേട്ടനും ചേച്ചിയുമാണ് നമുക്ക് മേക്ക് ചെയ്യാൻ പോകുന്നത്. ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷനൊക്കെ എടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇവിടെ ഉണ്ടോ ലിസ്റ്റ് കാണിച്ചു തരാം. ബ്ലൂ ഐസ്ലാൻഡ്, അതേപോലെ കുറേ ഉണ്ട്. വെർജിൻ പിനാക്കോളഡ എന്ന് പറയുന്ന ഇതിലെ ഈ ഒരു സംഭവമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്. ഇവിടെ എന്താ ലൈറ്റ് ഓഫ് ആക്കിന്? പോലീസോ? ക്ലോസ് ചെയ്യാനുള്ള ടൈമാണ്. അയ്യോ പണി കിട്ടിയോ? പോലീസുകാർ വരുന്നുണ്ട്. ലൈറ്റ് ഓഫ് ആക്കണ്ടേ? മുണ്ടണ്ട പണി. ഇല്ല പ്രശ്നമില്ല, ഓല് പോയാറില്ല. മാസ്കണോ? പണി കിട്ടി ഗൈസ്. പോലീസ് പോയി. ഓക്കെ സ്റ്റാർട്ടിങ്. ഓക്കെ നമ്മുടെ സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പോലീസുകാർ പോയതോടെ ആ ഒരു അകമ്പടിയോട് കൂടി സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ ആദ്യം തന്നെ പുതിനയുടെ ഇല എടുത്തിട്ട് 3ലും കുറേശ്ശെ ഇട്ട് കൊടുക്കുക. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്നാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ 3ലും പുതിനൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട് അല്ലേ? കുറച്ച് പുതിനൻ്റെ ഇല ഇട്ട് കൊടുത്തു. അതിനുശേഷം ഇതൊക്കെ വളരെ സിമ്പിൾ പരിപാടി കേട്ടോ. അതായത് പിന്നെ നമ്മൾ ചെറുനാരങ്ങ, ഇതൊക്കെ നമ്മുടെ കോഴിക്കോട് ബീച്ചിലൊക്കെ കണ്ടിട്ട് നമ്മളെ ആളുകൾക്ക് ചെയ്തെടുക്കാൻ പറ്റിയ സംഭവങ്ങളാട്ടോ. നല്ല അടിപൊളി ഒരു ബിസിനസ് പ്ലാൻ, ബിസിനസ്സല്ല എന്താ പറയുക, ഒരു ഉപജീവനം ആയിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാത്തിലേക്കും ഇതേപോലെ ചെറുനാരങ്ങ ഒഴിച്ചു കൊടുക്കുക. ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക. ലൈറ്റ് കുറവാണ് ഗൈസ്, ഒന്നും വിചാരിക്കരുത്. ഓറഞ്ച് ഫ്ലേവർ ഒഴിച്ചു കൊടുത്തു അല്ലേ? അത് ഒരു ഓറഞ്ച് ഫ്ലേവർ പറഞ്ഞില്ല നമ്മള്. അതാട്ടോ. അപ്പൊ ഇത് മാറി. ഇത് പൈനാപ്പിൾ അല്ലേ? പൈനാപ്പിളിന്റെ ഫ്ലേവർ. എന്ത് ഇതെന്താ സംഭവം? മാംഗോ. ഓക്കെ നമ്മളെ പരിപാടിക്ക് ചെറിയൊരു മാറ്റമുണ്ട്. നമ്മള് പിനാക്കോളോടെ മാറ്റിയിട്ട് എന്താ ഓറഞ്ച് മൊജിറ്റോ, അതുപോലെ തന്നെ പിന്നെന്തായിരുന്നു പൈനാപ്പിൾ മൊജിറ്റോ, മാംഗോ മൊജിറ്റോ ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് സോഡ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സ്പ്രൈറ്റ് ഒഴിച്ചു കൊടുക്കുക. സ്പ്രൈറ്റ് അല്ലേ? ഓക്കെ
കറക്റ്റായിട്ട് സ്പ്രൈറ്റ് വെച്ച് കൊടുത്തു. മൊജിറ്റോ നമ്മൾ പണ്ട് ഉണ്ടാക്കിയാണ്, എന്നാലൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വ്ളോഗായി മാറിയില്ലത്. കോമഡി ആയി മാറിയിട്ടുണ്ട്. ഏതായാലും ഇനി സ്ലോട്ട് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം കംപ്ലീറ്റ് ആയി. അങ്ങനെ നമ്മുടെ മൊജിറ്റോ റെഡി ആയിരിക്കുമെന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മൊജിറ്റോ ഫുള്ള് കിട്ടി. ഏതൊക്കെയാണ്? പൈനാപ്പിൾ, ഓറഞ്ച്, മാംഗോ. നമ്മൾ ഓർഡർ ചെയ്ത സംഭവം എല്ലാം കിട്ടി. അതിനുണ്ട് അടിപൊളിയാണോ? അടിപൊളി. നമ്മൾ എടുത്തത് മാംഗോ കേട്ടോ. മാംഗോ അല്ലത് മാംഗോ ആണ്. ബാസിൽ ബ്രോ കൊള്ളാം. അപ്പോൾ ഗൈസ് ഒരു ദുരന്ത വ്ളോഗായിരുന്നു. നമ്മൾ കുടിച്ച മൊജിറ്റോ പോലെ തന്നെ കളർ മിന്നിക്കൊണ്ട് നിൽക്കണേ. നമ്മൾ ഔട്ട്രോയിൽ മഞ്ഞ, ചോപ്പ്, നീല, മഞ്ഞ. ഏതായാലും അടിപൊളിയായി. പോലീസുകാർ വന്നുകൊണ്ട് നമുക്ക് ഈ ഒരു സംഭവം കുടിക്കാനായി. ഓർഡർ ചെയ്തത് ഒന്ന്, മറ്റൊന്ന് വേറെ. എന്നാലും നമ്മൾ ഇതേപോലെ ഇട്ടാണ്. ഒന്നും വിചാരിക്കരുത്. നമ്മൾ എപ്പോഴെങ്കിലും ഒരു ഒഴിവുണ്ടാകുമ്പോൾ അത് തന്നെ ആ സാധനം ഷൂട്ട് ചെയ്ത് കാണിച്ചു തരും. എന്നാലും മൊജിറ്റോ എങ്ങനെ ഉണ്ടാക്കുന്നത് പഠിച്ചില്ല അല്ലേ? അവര് കൂടുതലായിട്ടും പറയുന്നില്ല. നല്ല റേറ്റ് ഉണ്ട്. 7 ഉറുപ്പിയുടെ വില. 1ാം ക്ലാസ് കയറിയാലും 10ാം ക്ലാസ് പാസ്സായില്ലേ? അത് മതി. ഓക്കെ, അപ്പം ചോറൊന്നും ഓർഡർ ചെയ്യാതെ നന്നായി. വേറെ നീ വന്നിനി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതുപോലത്തെ ഫുഡുമായിട്ട് ഒരുപാട് ഫുഡുകളുണ്ട്. ഇന്ത്യയിലെ ഒരുപാട് ഫുഡുകളുണ്ട്. അതൊക്കെ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ മാസ്റ്റർ പീസിൽ നമ്മൾ നിരന്തരം എല്ലാ ദിവസവും രാവിലെ 11 മണിക്ക് വീഡിയോ ഇടുന്നുണ്ട്. ആ ട്രാവൽ വ്ളോഗാണ്. ഓൾ ഇന്ത്യ ട്രിപ്പാണ്. അതെല്ലാവരും ഒന്ന് കണ്ട് സഹകരിക്കട്ടെ. മിക്കവാറും വണ്ടി ഇടിച്ച് ചാണ്ടി വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.